എങ്ങനെയാണ് ഒരു ഷൂട്ടിംഗ് നടക്കണേ, അല്ലെങ്കിൽ എത്ര സമയം എടുക്കും, ഒരു ഐഡിയ ഇല്ലാതാണ് ഞങ്ങൾ ഫസ്റ്റ് മൂവി ടിക്കി ടാക്കൊക്കെ പോകണം. ടിക്കി ടാക്ക രോഹിത് ചേട്ടനാണ്, രോഹിത് VS-ൻ്റെ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് മൂവി. ടിക്കി ടാക്ക ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റീൽസ് ചെയ്യുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണം, നമ്മളതിനെ എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ രാവിലെ ഷൂട്ട് ചെയ്തത് ഈവനിങ് നമ്മൾ ഇറക്കും. ടിക്കി ടാക്കൊക്കെ പോയപ്പോഴാണ് ഒരു സിനിമ എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഒരു ഷോട്ടിന് തന്നെ അത്രയും ലൈറ്റിങ്ങിൻ്റെ സമയം വേണം, കുറേ സമയം വേണം. അതായത് ഒരു ദിവസം എനിക്ക് തോന്നുന്നത് എത്ര സെക്കൻഡ്സേ ഷൂട്ട് ചെയ്യണുള്ളൂ രോഹിത് ചേട്ടൻ. അപ്പം എൻ്റെ കിളി പോയി. കാരണം നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്യണ്, ഉച്ചയ്ക്ക് എഡിറ്റ് ചെയ്യണം, ഈവനിങ് പോസ്റ്റ് ചെയ്യണ്, ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ കമൻസ്, അതിൻ്റെ റിസൾട്ട്, ആ വീഡിയോ കഴിഞ്ഞു. അത്രയും ക്വിക്കായിട്ട് കാര്യങ്ങൾ നടന്ന നമുക്ക് ഒരു സിനിമയുടെ ഒരു 10 സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ ഒരു ദിവസം വേണമെന്ന് പറയണത് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ആളുകളും ക്യാമറേൻ്റെ പുറകിൽ ഇത്ര ആൾക്കാർ, അതൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സിനിമയുടെ സമയം നമുക്ക് അങ്ങോട്ട് വർക്കായില്ല. കുറേ സമയം എടുക്കണ്ടല്ലോ ഇത് നമ്മൾ, കാരണം നമുക്ക് അങ്ങനെയല്ല പരിചയം. പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് വന്ന് അപ്പോൾ അത് കിട്ടണില്ല, നമുക്കത് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ടിക്കി ടാക്ക് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അനുവിനോട് പറയും, ഇത് നമ്മൾ വിചാരിച്ച പരിപാടിയല്ലല്ലോ. അതിന് മുന്നേ ടിക്കി ടാക്കൊക്കെ വരുന്ന മുന്നേ വരെ ഡയറക്ടറായ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതോടുകൂടി ആ ഒരു ആഗ്രഹമേ ഞാൻ വിട്ടു. കാരണം എനിക്ക് നടക്കൂല അത്തരം പണി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ക്ഷമ വേണം, നമ്മൾ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റിനെ കുറിച്ച് നമുക്ക് അത്രയും ഐഡിയ വേണം, അത് അത്രയും പെർഫെക്ഷനായിട്ട് അവതരിപ്പിക്കണം. അപ്പോൾ അന്നത്തോടെയാണ് എനിക്ക് റീലും തമ്മിലുള്ള ആ ഒരു മാറ്റം മനസ്സിലായത്. അത് ഭയങ്കര തിരിച്ചറിവായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 18+ പോയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇങ്ങനെയാണ് സിനിമ. അപ്പോൾ നമ്മൾ കുറച്ച് അക്സെപ്റ്റ് ചെയ്ത്, പിന്നെ സിനിമയുടെ റീച്ച് എന്താണെന്ന് മനസ്സിലായി. സിനിമയുടെ കിക്ക്, ശരിക്കും എനിക്ക് സിനിമയുടെ കിക്ക് കിട്ടിയത് ഗുരുവായൂർ അമ്പലനടയിൽ കഴിഞ്ഞപ്പോഴാണ്. ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ ജോയിൻ ചെയ്യണം മുന്നേ വരെ ഞാൻ IPL വർക്ക് ചെയ്യണം, രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ട് അവിടെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് ഗുരുവായൂർ അമ്പലനടയിൽ ഷൂട്ട് തുടങ്ങി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. IPL മിസ്സായല്ലോ. കാരണം അതായിരുന്നു എൻ്റെ വിഷമം. അവിടെ സിനിമയായിട്ട് നമ്മൾ ഒരു പൃഥ്വിരാജ് പ്രൊഡക്ഷനിലൊരു സിനിമയിൽ അഭിനയിക്കണേക്കാൾ എനിക്കിഷ്ടം അതായിരുന്നു. ഞാൻ ചെയ്യണ റീൽസ്, പ്ലെയേഴ്സിനെ കൊണ്ട് അവിടെ രാജസ്ഥാൻ റോയൽസിലെ പ്ലെയേഴ്സിനെ കൊണ്ട് രോമാഞ്ചത്തിൽ മറ്റേ ഈ സാധനം ചെയ്യിപ്പിക്കുക, ഇതായിരുന്നു എൻ്റെ പണി അവിടെ. അപ്പോൾ അതായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ഫണ്ട്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് സിനിമയിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. IPL മിസ്സായി. പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞപ്പോഴാണ് സിനിമ എന്താണ്, സിനിമയുടെ ഒരു വൈബ് എന്താണ് എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ അങ്ങനെ എനിക്ക് സിനിമ പിന്നെ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മൾ വാഴ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര, ഇപ്പോൾ സിനിമയാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ആ ഒരു ഇതാണ് മെയിനായിട്ട്. ടൈം കൺസ്യൂമിങ്ങും അതിലിടുന്ന എഫേർട്ടുമാണ് നമുക്ക് റീലും തമ്മിലുള്ള വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തത്. എൻ്റെ കാര്യം